ഈ കരിമണലുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണത്തിന്റെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ? കേന്ദ്രത്തിന് കത്തയച്ചു, അതിനകത്ത് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ? നല്ല ഡെവലപ്മെന്റ് ഉണ്ട്. അത് അതിൻ്റെതായ വഴിയിൽ തന്നെ പോകുന്നുണ്ട്. വളരെ തന്ത്രപൂർവം അത് എന്നെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ശ്രീമാൻ KC വേണുഗോപാൽ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ കിട്ടാവുന്ന രീതിയിൽ ആലപ്പുഴ അദ്ദേഹത്തിന്റെ വാട്ടർലൂ ആയിരിക്കും. തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഞാൻ മറ്റൊരു മറുപടി കൂടി പറയുന്നുണ്ട്. ഈ ശോചിച്ച് ഉന്നയിച്ച വിഷയം, ഈ കരിമണൽ വിഷയം മറ്റേ CPM അടക്കമുള്ള മറ്റു മുന്നണികളൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? ആലപ്പുഴയിലെ പാർലമെന്റിലെ ജനങ്ങൾക്ക് അവരുടെ മക്കൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, അവരുടെ തീരം നഷ്ടപ്പെട്ട, അവരുടെ കുടിലും നഷ്ടപ്പെട്ട, അതിന് കാരണക്കാരായിട്ടുള്ള ഈ KC വേണുഗോപാലിന്റെയും കരിമണൽ കർത്തയുടെയും കൂട്ടുകെട്ടിന് പുറമേ നിന്ന് പിന്തുണ കൊടുത്തത് ആരാണ്? CITUവിന്റെ നേതാവ് എളമരം കരീം, അതുപോലെ തന്നെ INTUCയുടെ ചന്ദ്രശേഖരൻ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോ ആരിഫ് എന്ന് പറയുന്ന മുൻ MP ഒരക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ ഈ കരിമണലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ ഈ കരിമണൽ ഇത്രയും വലിയ ധാതു ഇവിടെ നിന്ന് കോടാനുകോടി രൂപയുടെ കവർന്നെടുത്ത് കൊണ്ടുപോകുമ്പോ അതായത് കേരളത്തിൽ ഇപ്പോ ഒറ്റ മുന്നണിയാണുള്ളത്. അഴിമതിയുടെ കാര്യത്തിൽ പരസ്പര സഹായ സഹകരണ മുന്നണി. മറുഭാഗത്ത് നരേന്ദ്രമോദി പറയുന്നത് പോലെ സേവകരെ പോലെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള തന്റെ ഇടമുള്ളവരുടെ ഒരു ഭാഗവും. ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു മത്സരം ഇവിടെ നടക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആലപ്പുഴയിൽ തൊഴിലാളികളുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ മുൻ MP ആയിട്ടുള്ള മിസ്റ്റർ ആരിഫിനോട് പറയുന്നത്, ഒരു ത്രികോണ മത്സരം ഇവിടെ ഉണ്ടാകണം. ആ ത്രികോണ മത്സരത്തിലൂടെ നിങ്ങളുടെ വോട്ടുകളെല്ലാം ശക്തമായി പിടിച്ച് പെട്ടിയിലാക്കണം. അത് കോൺഗ്രസിനും കുറച്ച് വോട്ട് ഇനിയിപ്പോ ആരിഫിന് കൊടുക്കാമെന്ന് വിചാരിച്ച സാധ്യമല്ല. കാരണം എന്താണ്? അവരുടെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ തലവനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇപ്പൊ തന്നെ ശക്തി, അതായത് ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. ഈ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ കേരളത്തിൽ SC സീറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ സ്ത്രീക്ക് ആ സീറ്റ് കൊടുത്തത് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായോ കേരളത്തിൽ? അപ്പൊ ശക്തി എന്ന് പറയുന്ന സ്ത്രീ ശക്തിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കരിമണൽ കാര്യം CPM ഒക്കെ ഏറ്റെടുക്കാത്ത ഈ മുഖ്യമന്ത്രി മകളടക്കമുള്ള മാസപ്പടി ആരോപണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലല്ലേ? അത് മാത്രമാണോ? ഞാൻ പറഞ്ഞല്ലോ, അല്ല, വിദേശ രാജ്യത്ത് നിന്ന് ഇതുപോലെയുള്ള മണലല്ല കൊണ്ടുവരുന്നത്. കരിമണൽ വേറെ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ആ കരിമണൽ വേറെ രാജ്യത്ത് നിന്ന് കർത്ത കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ കച്ചവടം നടക്കുന്ന ലോകരാജ്യങ്ങളിൽ ഡീലുണ്ട് പിണറായി വിജയനും മകൾക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുൻപും ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ, പാവങ്ങളെ സ്നേഹിച്ചിരുന്ന, സ്വന്തം മകൾക്ക് ഒരു സാരി വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് സാരിയുടെ പൈസ ശമ്പളം കിട്ടിയാൽ തരാമെന്ന് പറഞ്ഞിരുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ. ഇന്ന് അതല്ല സ്ഥിതി മാറിപ്പോയി. കാരണം പണമാണ് ഏറ്റവും വലുത്. അപ്പൊ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നാണ് രണ്ട് മുന്നണികളും പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അധികകാലം പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടത്തെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത്, ഒരു കൂറയില്ലാത്തവര്, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, വാടക കൊടുക്കാൻ ഗതിയില്ലാത്തവര്, മക്കളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ട് പഠിപ്പിക്കാൻ സാധിക്കാത്തവര്, മക്കളെ കണ്ട് കൊതി തീരുന്നതിന് മുൻപ് മക്കൾ വിദേശത്തേക്ക് പോകുന്നവര്, എവിടേക്ക് പോകുന്നത്? നല്ല രാഷ്ട്രങ്ങളിലേക്ക് മാത്രമല്ല, അതായത് ജോലി സാധ്യതയുള്ള വലിയ ബ്രിട്ടൻ പോലെ, അമേരിക്ക പോലെ അങ്ങനെയുള്ള വലിയ രാജ്യങ്ങളിലേക്കല്ല നമ്മുടെ മക്കൾ പോകുന്നത്. അവിടെ ചെന്ന് കേരളത്തിലേക്കാളും പരിതാപകരമായ അവസ്ഥയിൽ നമ്മുടെ മക്കൾ കുടുങ്ങിക്കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തെ നന്നാക്കാൻ പറ്റാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു അപ്പാരൽ പാർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടി അവിടെ നേരിട്ട് 10,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംവിധാനവും ഉപോത്ബലകമായിട്ട് 1 ലക്ഷത്തോളം ആളുകൾക്ക് ജീവിക്കാൻ. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് തേനും പാലും ഒഴുക്കി തരാമെന്നൊന്നുമല്ല പറയുന്നത്. ഓരോ സെക്ടറിനെയും നമുക്ക് പുനരുജ്ജീവിപ്പിക്കണം. അതിനകത്ത് പൂട്ടിയിടപ്പെട്ട കയർ വ്യവസായം ഉണ്ടാകണം. ഈ എന്ത് മനോഹരമായിട്ടാണ് ആലപ്പുഴയിലെ കയർ ഫാക്ടറികളിൽ നമ്മുടെ തൊഴിലാളികളുടെ അധ്വാനം കൊണ്ട് അവർ കയറുണ്ടാക്കുന്നത്. ഇന്നും ഞാൻ ഒരു സ്ഥലത്ത് പോകുകയുണ്ടായി, പക്ഷെ അത് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചുണ്ട്. പക്ഷെ നമ്മുടെ അമ്മമാർക്ക് അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞ് കിട്ടുന്ന സമയം വീടിനകത്തിരുന്ന് ചർക്കയിൽ നൂൽക്കുന്നത് പോലെ വീടിനകത്തിരുന്നു കൊണ്ട് കയറ് പിരിച്ചുണ്ടാക്കി അവരുടെ അന്നത്തെ അധ്വാനം, അന്നത്തിനുള്ള പണം കണ്ടെത്താനുള്ള മാർഗമാണ് പൂട്ടിക്കെട്ടിയത്. അത് പൂട്ടിക്കെട്ടിയപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം എല്ലാവരും അന്താരാഷ്ട്ര തലത്തിലല്ലേ യാത്ര, എല്ലാ സമയത്തും പോവുകയല്ലേ, പരിവാര സമേതം, ഭാര്യയും മക്കളും മരുമകനും മരുമകന്റെ അമ്മായിയച്ഛനും മുഴുവൻ കയറിനെ പറ്റി പഠിക്കാൻ.
അപ്പൊ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക നില അധോഗതിയിലാണ്. ഇപ്പൊ തന്നെ പെൻഷൻ 2 മാസത്തേക്ക് കൊടുക്കുക, ഞാൻ ഇതെന്റെ മനസ്സിൽ നേരത്തെ എനിക്കറിയാമായിരുന്നു. കാരണം 2 മാസത്തേക്ക് കൊടുക്കുന്നത് എന്തിനാണ്? അത് കൊടുത്ത് പുറത്തു തട്ടിയിട്ട് പറയും, മോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, അമ്മ കണ്ണു കാണാത്ത ആളാണെങ്കിൽ പറയും, മോനെ അമ്മയെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കണം കേട്ടോ, അത് പിണറായിയുടെ പൈസയാണ് എന്ന് പറഞ്ഞ് ഈ പെൻഷൻ കൊടുക്കണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ്. അതാണ് ഇപ്പൊ 2 മാസത്തെ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് കേരളത്തിൽ മുഴുവൻ പിടിച്ചു വെച്ച പെൻഷൻ തുക മുഴുവൻ കൊടുത്തിട്ട് മതി ഇനി മന്ത്രിമാർ ആർഭാടമായി കാറിൽ സഞ്ചരിക്കുന്നത്. കറുത്ത തുണി ഉടുത്തവരെ പേടിയായിരുന്നല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടയാനുണ്ടാകും ഈ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്നത്. ഒരൊറ്റ പൈസ പോലും കൊടുക്കാതിരിക്കാൻ സമ്മതിക്കില്ല.